अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. അവ്യക്ത ബാബ്ദാദയുടെ മഹാവാക്യാണ്. റിവൈസ് ഡേറ്റ് 12/12/1998. ഇന്ന് മുരളി ഡേറ്റ് 17/3/2024. ബാബയുടെ ഇന്നത്തെ മഹാവാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മബാബ അവ്യക്തമായത് തന്നെ അതിൻ്റെതായിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന രഹസ്യം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബ്രഹ്മബാബ ഇത്രയും നേരത്തെ പോയി എന്നുള്ളത് ചിലപ്പോൾ സാധാരണ ബുദ്ധിയുള്ള നമ്മൾ കുട്ടികൾ ചിന്തിക്കുമെങ്കിലും ഡ്രാമയിൽ വലിയൊരു പാർട്ട് ബ്രഹ്മബാബയ്ക്ക് അതിലുപരിയും ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ മഹാവാക്യത്തിലും ബാബ നമ്മൾ കുട്ടികൾക്ക് പല സീക്രട്ടും വെളിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ബ്രാഹ്മണർ എത്രയും പെട്ടെന്ന് ബ്രഹ്മബാബയ്ക്ക് സമാനമായി തീരണം, അതിനുവേണ്ടി ചെയ്യേണ്ടത് ബ്രഹ്മബാബയുടെ ഓരോ ചുവടിന്മേൽ ചുവട് വെച്ച് നീങ്ങുക എന്നതാണ്. അപ്പം അത്രയും എളുപ്പമാക്കി മാറ്റി തന്നിരിക്കുകയാണ് ബാബ. കാരണം ബ്രഹ്മബാബ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അപ്പോൾ എവിടെയാണ് മക്കൾക്ക് ബാബയ്ക്ക് സമാനമാകുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് പുരുഷാർത്ഥത്തിൽ മന്ദഗതി ഉണ്ടാകുന്നു, അഥവാ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതാകുന്നു? ഇതിനെക്കുറിച്ച് ബാബ വളരെ ഗഹനമായി തന്നെ ഇന്ന് മക്കൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ വിദേഹി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്
ബാബ എനിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, എന്നോടാണ് ബാബ സംസാരിക്കുന്നത് എന്ന രൂപേണ നമ്മൾ ഇരുന്ന് ഇന്നത്തെ മഹാവാക്യം ശ്രദ്ധിക്കാം. മുരളിയുടെ തലക്കെട്ട് ഇതാണ്: മേരെ മേരെ കാ ദേഹ് അഭിമാൻ ചോട് ബ്രഹ്മാ ബാപ് കെ കദം പ കദം രഖോ. എന്റേത് എന്റേത് എന്ന ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മാ ബാബയുടെ ചുവടിന്മേൽ ചുവട് വെക്കൂ. आज बाप दादा अपने चारों ओर के श्रेष्ठ ब्राह्मण आत्माओं को देख रहे हैं. ഇന്ന് ബാപ് ദാദ തൻ്റെ ശ്രേഷ്ഠ ബ്രാഹ്മണരായിരിക്കുന്ന മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വത്തിലെ നാനാഭാഗത്തുള്ള തൻ്റെ ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രാഹ്മൺ അർത്ഥാത് ബ്രഹ്മമുഖവംശാവലി. ബ്രാഹ്മണൻ അർത്ഥമാണ് ബ്രഹ്മമുഖവംശാവലി. हर ब्राह्मण आत्मा के भाग्य को देख बाप दादा भी हर्षित होता. അപ്പോൾ ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും ഭാഗ്യത്തെ കണ്ടുകൊണ്ട് ബാപ് ദാദ വളരെയധികം സന്തുഷ്ടനായിരുന്നു, ഹർഷിതനായിരുന്നു. ഹർ ബ്രാഹ്മൺ ആത്മാ കോ ജന്മത്തെ ഹി സ്വയം ബ്രഹ്മ ബാപ് ദ്വാര മസ്തക് മേ സ്മൃതി ക തിലക് ലഗ്താ. ബാബ പറയുന്ന ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെ ജന്മം എടുക്കുമ്പോൾ തന്നെ സ്വയം ബ്രഹ്മാബാബയിലൂടെ മസ്തകത്തിൽ സ്മൃതിയുടെ തിലകമാണ് ചാർത്തപ്പെടുന്നത്. സ്വയം ഭഗവാൻ തിലകധാരി ബനാത്തെ ഹെ എന്ന് വെച്ചാൽ അർത്ഥം, സ്വയം ഭഗവാൻ തിലകധാരികളാക്കി മാറ്റുകയാണ്. ജന്മെടുക്കുമ്പോൾ തന്നെ ഓരോ ബ്രാഹ്മണരെയും സ്വയം ഭഗവാൻ തന്നെ തിലകധാരിയാക്കി മാറ്റുകയാണ്. साथ साथ हर ब्राह्मण आत्मा को पवित्रता के महामंत्र द्वारा लाइट का ताज धारण कराते हैं. അതിനോടൊപ്പം തന്നെ ഓരോ ബ്രാഹ്മണ ആത്മാക്കൾക്കും പവിത്രതയുടെ മഹാമന്ത്രത്തിലൂടെ പ്രകാശത്തിന്റെ കിരീടത്തെയും ധരിപ്പിക്കുന്നു. और साथ साथ हर ब्राह्मण आत्मा को विश्व कल्याणकारी आत्मा बनाए जिम्मेवारी का ताज धारण कराते हैं. അതായത് ഓരോ ബ്രാഹ്മണ ആത്മാവിനും വിശ്വമംഗളകാരി ആത്മാക്കളാക്കി മാറ്റി ഉത്തരവാദിത്വത്തിന്റെ കിരീടവും കൂടി അണിയിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ബാബ പറഞ്ഞ തിലകധാരിയാക്കി മാറ്റി, അതിനുശേഷം ബാബ പറഞ്ഞ പവിത്രതയുടെ പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ കിരീടം അണിയിച്ചു. അതുകൂടാതെ ഓരോ ബ്രാഹ്മണ ആത്മാക്കൾക്കും വിശ്വമംഗളകാരിയായ ഉത്തരവാദിത്വത്തിന്റെ കിരീടവും കൂടി ചാർത്തി തരികയാണ്. ഡബൽ താജ് और ഭഗവാൻ സ്വയം अपने दिल तख्त नशीन बनाते. രണ്ട് കിരീടവും അണിഞ്ഞു തരിക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഭഗവാൻ സ്വയം തൻ്റെ ഹൃദയത്തിന്റെ സിംഹാസനധാരികളാക്കി മാറ്റി. ആദ്യം തിലകധാരി, പിന്നീട് ഡബിൾ കിരീടം നൽകി, പിന്നീട് ബാബ പറഞ്ഞു തരണ സ്വയം ഭഗവാൻ തൻ്റെ ഹൃദയത്തിന്റെ സിംഹാസനാധികാരികളാക്കി മാറ്റി. तो ജന്മത്തെ ഹി തിലക് താജോ തഖ്ത് ധാരി ബൻ ജാത്തെ ഹം. അപ്പോൾ നമ്മൾ കുട്ടികൾ ജന്മം എടുക്കുമ്പോൾ തന്നെ തിലകവും സിംഹാസനവും അതുപോലെ കിരീടധാരികളായി മാറുകയാണ്. ऐसे श्रेष्ठ भाग्य सारे कल्प में कोई आत्मा का नहीं हो सकता. ബാബ പറഞ്ഞ അത്തരത്തിലുള്ള ശ്രേഷ്ഠ ഭാഗ്യം മുഴുവൻ കൽപ്പത്തിലും മറ്റൊരാത്മാവിനും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. അതായത് ജന്മം എടുക്കുമ്പോൾ തന്നെ തിലകധാരി, ജന്മെടുത്തപ്പോൾ തന്നെ കിരീടധാരി, ജന്മെടുക്കുമ്പോൾ തന്നെ സിംഹാസനത്തിന്റെ അധികാരി. तो इतने श्रेष्ठ भाग्य की स्मृति रहती है कि हम ब्राह्मण जन्मते ही ऐसे भाग्यवान बनते हैं. അപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, അത്രത്തോളം നിങ്ങൾ കുട്ടികളില് ആ ഒരു ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ സ്മൃതി ഉണ്ടാകാറുണ്ടോ? നമ്മൾ ബ്രാഹ്മണർ ജന്മെടുക്കുമ്പോൾ തന്നെ അത്രയും ഭാഗ്യവാനാണെന്നുള്ളത്. ആ ബ്രാഹ്മണോ കി നിശാനി ദുനിയാ വാലോനെ ശ്രീകൃഷ്ണ കെ റൂപ് മേ ദിഖാ ദി ഹെ. അപ്പോൾ ബ്രാഹ്മണാത്മാക്കളുടെ ആ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ അടയാളമായിട്ടാണ് ശ്രീകൃഷ്ണന്റെ രൂപം കാണിച്ചിരിക്കുന്നത്. അതായത് കുട്ടിയിൽ തന്നെ കിരീടവും പവിത്രതയുടെ മയിൽപ്പീലിയും ഒക്കെ കാണിച്ചിരിക്കുന്നത് ആ കാരണം കൊണ്ടാണ്. लेकिन वो विश्व का राजकुमार ही इसलिए राज्य की निशानी तिलक ताज तख्त देता. എന്നാൽ ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ രാജകുമാരനാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ രാജ്യാധികാരത്തിന്റെ
അടയാളമായിട്ടാണ് തിലകവും പിന്നീട് കിരീടവും സിംഹാസനവും കാണിക്കുന്നത്. फिर भी उसको छोटेपन में तिलक ताज तख्त नहीं मिलता. സത്യത്തില് ബാബ പറയുന്ന ശിശു അവസ്ഥയില് ഒരിക്കലും തിലകവും അഥവാ കിരീടവും സിംഹാസനവും ലഭിക്കുന്നതല്ല. പക്ഷേ ആ ബ്രാഹ്മണോക്കോ തിലക് താജോ തക്ത് തീനോ ഹി പ്രാപ്ത് ഹോത്ത. പക്ഷെ സംഗംയോഗി ബ്രാഹ്മണർക്കാണ് ജന്മം എടുക്കുമ്പോൾ തന്നെ എന്ത് ലഭിക്കുന്നത്? തിലകവും ഡബിൾ കിരീടവും പിന്നീട് ബാബയുടെ ഹൃദയ സിംഹാസനവും മൂന്നും പ്രാപ്തമാവുകയാണ്. परमात्मा बाप द्वारा ये तीनों प्राप्तियां होना ये सिर्फ ब्राह्मणों के भाग्य में है. അതായത് സ്വയം പരമാത്മാവായിരിക്കുന്ന അച്ഛനിലൂടെ ഈ മൂന്ന് പ്രാപ്തികളും ഉണ്ടാവുക അത് കേവലം ബ്രാഹ്മണരുടെ ഭാഗ്യമാണ്. तो बाप दादा देख रहे थे कि मेरे बच्चों का कितना बड़ा भाग्य का सितारा हर एक के मस्तक पर चमक रहा है. അപ്പൊ ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളുടെ ഇത്രയും വലിയ ഭാഗ്യത്തിന്റെ ആ ഒരു നക്ഷത്രം ഓരോ മക്കളുടെ മസ്തകത്തിലും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ऐसे भाग्य का सितारा आपको अपने में दिखाई देता. ബാബ്ദാദയ്ക്ക് ആ ഭാഗ്യ നക്ഷത്രം പ്രകാശിക്കുന്നതായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ടെങ്കിലും ബാബ്ദാദ മക്കളോട് ചോദിക്കുകയാണ് തന്നിലെ ആ ഒരു ഭാഗ്യ നക്ഷത്രം കാണപ്പെടുന്നുണ്ടോ? सदा चमकता हुआ दिखाई देता या कभी बहुत अच्छा चमकता है और कभी सितारे की चमक कम हो जाती है. മറ്റൊരു ചോദ്യം ബാബ്ദാദ ചോദിക്കുകയാണ് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണോ കാണാറുള്ളത് അഥവാ ഇടയ്ക്ക് നല്ല രീതിയിൽ പ്രകാശിക്കാറുണ്ട്, ഇടയ്ക്ക് അതിന്റെ പ്രകാശം മങ്ങിപ്പോകാറുണ്ടോ? യേ ഭാഗ്യ സിത്താര വിചിത്ര സിത്താര ഹെ. ബാബ്ദാദ പറയണ ഇത് ഭാഗ്യത്തിന്റെ നക്ഷത്രമാണല്ലോ, ഇതൊരു വിചിത്രമായ നക്ഷത്രമാണ്. तो बाप दादा आप सभी बच्चों को जब भी देखते मिलते तो हर एक बच्चे के मस्तक में सितारा चमकता हुआ देख हर्षित होता है. അപ്പോൾ ബാബ്ദാദ താങ്കൾ എല്ലാ മക്കളെ കാണുമ്പോഴും അഥവാ നിങ്ങളോട് കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഓരോ മക്കളുടെ മസ്തകത്തിലും ആ ഒരു ഭാഗ്യത്തിന്റെ നക്ഷത്രത്തെ പ്രകാശിക്കുന്നതായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണുമ്പോൾ ഹർഷിതനാകുമായിരുന്നു. സിതാര ചമക്തേ ചമക്തേ ചമക്കം ക്യൂ ഹോത്തി ഹെ. പക്ഷെ ബാബ ഇതും ശ്രദ്ധിക്കാറുണ്ട്. ബാബ പറയുന്ന ആ ഒരു ഭാഗ്യ നക്ഷത്രം വളരെയധികം തിളക്കമാർന്നതായി മാറുകയും അത് പ്രകാശിച്ച് പിന്നീട് പതിയെ പതിയെ അതിന്റെ പ്രകാശം കുറയുന്നതിന്റെ കാരണം എന്ത്? उसके कारण तो आप सब अच्छी तरह से जानते हो ना. കൽപ്പത്തിൽ വെച്ച് ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാക്കളാണ് നാം. അപ്പോൾ സംഗമികത്തിലാണ് ഭാഗ്യത്തിന്റെ നക്ഷത്രം പ്രകാശിക്കുന്നതായി ബാബണ് കാണുന്നത്. എന്നാലും അത് ഇടയ്ക്ക് മങ്ങിപ്പോകുന്നതിന്റെ കാരണം ബാബ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്നതാണ്. बाप दादा को बच्चों का चार्ट देखकर मुस्कुराहट भी आती. जब भी किसी से पूछो कि क्या बनना है, लक्ष्य क्या है. അപ്പൊ ബാബ്ദാദയ്ക്ക് മക്കളുടെ ചാർട്ട് കാണുമ്പോ പുഞ്ചിരിയും വരാറുണ്ട്. ആരോടെങ്കിലും ബാബ്ദാദ ചോദിച്ചാൽ എന്താകാൻ ആഗ്രഹിക്കുന്നു അഥവാ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബാബ പറയാണ് അധികം പേരുടെ ഉത്തരം എന്തായിരിക്കും? നമ്പർ 1 ആകണമെന്നാണ്, സൂര്യവംശി ആകണമെന്നാണ്. ചന്ദ്രവംശി രാജ രാം സീതാക്കി ബന്ന നഹി ചാത്തെ. ചന്ദ്രവംശത്തിലെ രാമനും സീതയാകാൻ ആരും ആഗ്രഹിക്കാറില്ല. എന്നാൽ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യം സൂര്യവംശി ആകണം, നമ്പർ 1 ആകണമെന്ന്, तो जैसा लक्ष्य और लक्षण सदा सूर्यवंशी का दिखाई देना आवश्यक है. അപ്പോൾ ലക്ഷ്യം അതാണ് എങ്കിൽ ബാബ പറയുന്ന സദാ സൂര്യവംശി ആകുന്നവരില് ആ ഒരു ലക്ഷ്യവും ലക്ഷണവും എപ്പോഴും കാണപ്പെടണം. बच्चों का लक्ष्य सूर्यवंशी का है अर्थात सदा विजयी है. नंबर 1 सूर्यवंशी की निशानी है सदा विजयी. അപ്പോൾ ലക്ഷ്യമനുസരിച്ച് നോക്കുമ്പോൾ സൂര്യവംശി ആകണമെങ്കിൽ അവരുടെ ലക്ഷണം സദാ വിജയി എന്ന്. സൂര്യവംശി എന്ന് വെച്ചാൽ അർത്ഥം നമ്പർ 1. നമ്പർ 1 എന്ന് വെച്ചാൽ സദാ വിജയ് ആത്മാ. സൂര്യക്ക് കലായെ കം और ज्यादा नहीं होती. സൂര്യവംശി എന്ന് പറയുമ്പോൾ ബാപ്പണ് സൂര്യനെ പോലെയുള്ളവർ. അപ്പൊ ബാപ്പണ് സൂര്യന്റെ കലകൾ ഒരിക്കലും കുറയാറില്ല. എന്നാലോ ഉദയ് ഹോത്താ ഹെ और अस्त होता है. लेकिन ചന്ദ്രവംശി മുഹാഫിക് കലായെ കം നഹി ഹോത്ത. സൂര്യോദയം ഉണ്ടാകുന്നു, അസ്തമനം ഉണ്ടാകുന്നു.
എന്നാലോ ചന്ദ്രവംശികളെ പോലെ കലകൾ ഒരിക്കലും കുറയാറില്ല. തോ സൂര്യവംശിക്ക് നിഷാനിക്ക് സദാ ഏക്രസോ സദാ വിജയി. അപ്പൊ ബാബ്ദാദ പറയാണ്, സൂര്യവംശിയാകാൻ നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ സൂര്യവംശികളുടെ അടയാളമാണ് സദാ ഏകരസവുമായിരിക്കും, സദാ വിജയിയുമായിരിക്കും. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. സൂര്യവംശിയാകണമെങ്കിൽ നമ്മളിലെ ലക്ഷണം എന്ത് കണ്ടുവരണം? ബാബ പറഞ്ഞ സദാ നമ്മൾ ആരായിരിക്കണം? ഏകരസസ്ഥിതി, അതുപോലെ സദാ എല്ലാ കാര്യത്തിലും വിജയം. चंद्रवंश को क्षत्रिय कहा जाता. क्षत्रिय जीवन में कभी कभी हार होती, कभी जीत होती. ചന്ദ്രവംശികൾ എന്ന് പറയുമ്പോൾ ക്ഷത്രിയർ എന്നാണ് വിളിക്കപ്പെടുന്നത്. ക്ഷത്രിയരുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇടയ്ക്ക് ജയവും ഇടയ്ക്ക് പരാജയവും ഉണ്ടാകും. കബി സഫലത മൂർത്ത് और കബി മെഹനത് കി മൂർത്ത്. ഇടയ്ക്ക് അവരൊക്കെ സഫലതാ മൂർത്തികളായിരിക്കും, ഇടയ്ക്കൊക്കെ പരിശ്രമിക്കുന്ന മൂർത്തിയായി മാറും. യുദ്ധ കർണ അർത്ഥാത്ത് മെഹനത്ത് കർണ. അപ്പൊ യുദ്ധം ചെയ്യുക എന്ന് വെച്ചാല് വളരെയധികം പരിശ്രമിക്കാം. ചന്ദ്രവംശ की कलाएं एक रस नहीं होती, इसलिए लक्ष्य और लक्षण को समान बनाओ. ചന്ദ്രവംശികളാകുമ്പോൾ അവരുടെ കലകൾ ഒരിക്കലും ഏകരസമായിരിക്കില്ല, ബാപ്പണ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബാപ്പണ് സൂര്യവംശികളാകണം, നമ്പർ 1 ആകണമെങ്കിൽ ലക്ഷ്യവും ലക്ഷണത്തെയും സമാനമാക്കണം. जैसा लक्ष्य रखा बाप समान बनने का, हर एक बच्चा यही कहता कि बाप समान बनना. ബാബ്ദാദ പറയണ ഏതുപോലെ എല്ലാവരും ലക്ഷ്യം വെച്ചിരിക്കുന്ന ബാബയ്ക്ക് സമാനമാകണമെന്ന്. ഓരോ കുട്ടികളും ആഗ്രഹിക്കുന്നതും പറയുന്നത് എന്താ? ബാബയ്ക്ക് സമാനമാകണമെന്ന്. तो बाप सदा सहज विजय स्वरूप है. അപ്പൊ ബാബ്ദാദ പറഞ്ഞു തരണ സദാ तो बाप सदा सहज विजय स्वरूप है. अगर एक रस अवस्था नहीं तो क्या नंबर 1 बनेगा? അപ്പൊ ബാബയെ നമ്മൾ കാണുന്നില്ലേ സദാ സഹജവും വിജയ സ്വരൂപവുമാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു, ഒരു പക്ഷെ നിങ്ങളുടെ സ്ഥിതി, അതായത് അവസ്ഥ ഏകരസമാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്പർ 1 ആകാൻ പറ്റുക? ഓ നമ്പർ വാർമേ ആയെങ്കിൽ, അഥവാ ബാപ്പണ് നമ്പർ 1ലേക്ക് വരാതെ നമ്പർ വാറിലേക്ക് വരുമോ? ഏകെ നമ്പർ 1 ദൂസറാഹെ നമ്പർ വാർ. ഒന്ന് ബാപ്പണ് നമ്പർ 1 ആയി തീരുക, അല്ലെങ്കിൽ ക്രമസംഖ്യയിൽ വരിക. तो अपने से पूछो हम नंबर 1 है व नंबर वार की ലിസ്റ്റ് में है. പാപ്പനെ സ്വയം ചോദിച്ചു നോക്കൂ, ഞാൻ നമ്പർ 1 ആകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്പർ വാറിന്റെ ലിസ്റ്റിലാണോ വരുന്നത്? നമ്പർ 1 അർത്ഥാത്ത് ഫോളോ ബ്രഹ്മ ബാപ്പ്. നമ്പർ 1 വെച്ചാൽ അർത്ഥം എന്താണ്? ബ്രഹ്മ ബാബയെ അനുകരിക്കുക. അപ്പൊ ബ്രഹ്മ ബാബ എത്രമാത്രം വളരെ വിജയി, സദാ വളരെ എളുപ്പത്തിൽ തന്നെ വിജയി സ്വരൂപമാണ്. അതുപോലെ തന്നെ നമ്പർ 1 എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മ ബാബയ്ക്ക് സമാനം, ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുന്നവർ. बाप दादा सहज साधन बताते कि ഫോളോ करने में मेहनत कम लगती. നമ്പർ 1 ആകണം, സൂര്യവംശത്തിലേക്ക് എത്തണമെങ്കിൽ ബാബ്ദാദ തന്നെ സഹജമായിരിക്കുന്ന സാധന പറഞ്ഞു തരികയാണ്. അതായത് ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യൂ, അതിൽ പരിശ്രമം കുറവാണ്. ब्रह्मा के पाव अर्थात कदम, हर कार्य के कदम रूपी पाव के निशान है. അപ്പൊ ബാപ്പന്റെ ബ്രഹ്മ ബാബയുടെ പാദങ്ങൾ പറഞ്ഞ ഓരോ ചുവടുകളും, അതായത് ഓരോ കാര്യത്തിലും ചുവടുകളാകുന്ന ആ പാദത്തിന്മേൽ പാദം വെക്കും. ചുവടുകളുടെ അടയാളമാണല്ലോ കാൽപ്പാടുകള്. അപ്പൊ ബാപ്പൺ അതിന്മേൽ ചുവട് വെക്കും. तो पाव पर पाव रख कर चलना सहज होता. ആ പാദത്തിന്മേൽ, ആ ഒരു അടയാളത്തിന്മേൽ ചുവട് വെച്ച് ചുവട് നടക്കുമ്പോൾ എളുപ്പമാവില്ലേ? നയാ രാസ്ത നഹി ഡൂണ്ടന, പുതിയ വഴിയൊന്നും തേടി പോകേണ്ടതില്ല. കേവലം ബാബ പറയണ കാലിന്മേൽ കാൽ വെച്ച്, ചുവടിന്മേൽ ചുവട് വെച്ച് നടക്കുക. ജോ ബി കാര്യ കർത്തേ ഹോ ചാഹെ മനസ സങ്കൽപ് കർത്തേ ഹോ. ചുവടിന്മേൽ ചുവട് എന്ന് പറയുന്ന ഏതൊരു കർമ്മവും ബ്രഹ്മബാബ ഏതെല്ലാം കർമ്മം ഏത് പ്രകാരത്തിൽ ചെയ്തോ, ആരുടെ ആജ്ഞ അനുസരിച്ച് ചെയ്തോ, അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിപ്പോ ബാബ പറഞ്ഞു തരണ മനസ്സിന്റെ സങ്കല്പങ്ങളാകാം, അതും ഒരു ചുവട് തന്നെ. അതുപോലെ തന്നെ അവരുടെ വാക്കുകളാകാം, അവരുടെ കർമ്മമാകാം, സംബന്ധ സമ്പർക്കത്തിൽ അവർ ഏതുപോലെയായിരുന്നു. ഹർ കർമ്മ കർണേക്കെ പെഹലെ ये सोचो कि जो मैं ब्राह्मण आत्मा कर्म कर रहा हूँ क्या ये ब्रह्मा बाप समान है. എന്ന് വെച്ചാൽ ബാബ്ദാദ പറയുന്ന ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കണം. അതായത് ഞാൻ ആത്മ കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ
ഇത് ബ്രഹ്മബാബയ്ക്ക് സമാനമായിരുന്നു. അത് സങ്കല്പാകാം, അല്ലെങ്കിൽ വാക്കുകളാകാം, കർമ്മത്തിലേക്ക് വരുമ്പോഴാകാം, സമ്പന്ന സമ്പർക്കത്തിൽ ഇടപഴകുമ്പോഴാകാം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് ബ്രഹ്മബാബയ്ക്ക് സമാനമാണോ, ബ്രഹ്മബാബയെ പോലെയാണോ ഞാൻ സങ്കല്പിക്കുന്നത്? എൻ്റെ സങ്കല്പങ്ങളിൽ കൂടി ഉസി പ്രമാൺ ഹെ, എൻ്റെ സങ്കല്പങ്ങളൊക്കെ ബാബയ്ക്ക് പ്രമാണമായിട്ടാണോ? ഹർ ബോൽ ബാബ് സമാൻ ഹെ, ഓരോ വാക്കുകളും ബാബയ്ക്ക് സമാനമാണോ? അഗർ നഹി ഹെ തോ നഹി കർണ, ഒരു പക്ഷെ സമാനമല്ല എങ്കിൽ അങ്ങനെ ഒരു കർമ്മം ചെയ്യേണ്ട, ആ ചുവടെടുക്കേണ്ട. ബാബ പറഞ്ഞ നാ സോച്ചന ന ബോൽന ന കർണ, ചിന്തിക്കാനും പാടില്ല, സമാനമല്ല എങ്കിൽ പറയാനും പാടില്ല, സംസാരിക്കാനും പാടില്ല, അതുപോലെ തന്നെ കർമ്മത്തിൽ വരാനും പാടില്ല. ऐसे नहीं ब्रह्मा बाप का कदम एक और बच्चों का कदम दूसरा, तो जो लक्ष्य मंजिल के बाप समान बनने का वो कैसे होगा? കാരണം ബാബ പറയണ ബ്രഹ്മബാബയുടെ ചുവടെ ഒന്ന്, മക്കൾ വെക്കുന്നത് മറ്റൊരു ചുവട് ആണെങ്കിൽ, അതിന് എതിരെയാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം ഏതാണോ, നിങ്ങളുടെ ലക്ഷ്യവും പിന്നീട് ബാബ പറയണ നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥാനം ബാബയ്ക്ക് സമാനം എന്നുള്ളത്, അതെങ്ങനെ സാധ്യമാവാ? अगर ब्रह्मा के हर कदम समान कदम पर कदम फॉलो करते चलेंगे तो एक तो सदा अपने को सहज पुरुषार्थी अनुभव करेंगे और सदा संपूर्णता की मंजिल समीप अनुभव करेगा. ഒരു പക്ഷേ ബ്രഹ്മബാബയുടെ ഓരോ ചുവടിന് പോലെ തന്നെ, അതിന് സമാനമായി ചുവടിന്മേൽ ചുവട് വെച്ച് അനുകരിക്കുകയാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒന്നാമത്തത് ബാബ പറഞ്ഞു തരുന്ന സദാ സ്വയം വളരെ സഹജമായ പുരുഷാർത്ഥിയുടെ അനുഭവം ചെയ്യും. കേവലം ബാബ എന്താണോ ചെയ്തത് അത് അനുകരിച്ച് നമ്മൾ ചുവടിന്മേൽ ചുവട് വെച്ച് നീങ്ങുകയാണെങ്കിൽ, അതേപോലെ തന്നെ സദാ സമ്പൂർണതയുടെ ലക്ഷ്യം നമ്മുടെ സമീപമാണെന്ന അനുഭവത്തിൽ വരും. तो ब्रह्मा बाप समान अर्थात संपूर्णता के मंजिल पर पहुंचना. അപ്പൊ ബ്രഹ്മബാബയുടെ സമാനം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സമ്പൂർണതയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. तो ब्रह्मा बाप वतन में आप सब बच्चों को संपूर्ण अव्यक्त फरिश्ते बनने का आह्वान कर रही. ഇപ്പൊ ബ്രഹ്മബാബ വദനത്തില് താങ്കൾ എല്ലാ മക്കളെയും സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്തയായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കാൻ. ब्रह्मा बाप के आह्वान का गीत व मधुर आह्वान का आवाज सुनाई नहीं देता. ബാബ്ദാദ ചോദിക്കാണ്, ബ്രഹ്മബാബയുടെ ആ ഒരു ആഹ്വാനത്തിന്റെ ഗീതം, അതോ മധുരമായ ആഹ്വാനത്തിന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നില്ലേ, മുഴങ്ങുന്നില്ലേ? ആവോ ബച്ചേ മീത്തെ ബച്ചേ ജൽദി ജൽദി ആവോ. ബാബ നമ്മളെ ക്ഷണിക്കുകയാണ്, വരൂ മക്കളെ, മധുരമായ മക്കളെ, വേഗം വേഗം വന്നാലും. ये गीत व बोल सुनाई नहीं देता. ബാബ പറയണ ആവോ ബച്ചേ മീറ്റേ ബച്ചേ ജൽദി ജൽദി ആവോ, ഈ ഒരു ശബ്ദം, ആ ഒരു ഗീതത്തിന്റെ ആ ഒരു ആഹ്വാനത്തിന്റെ മുഴക്കം നിങ്ങളിൽ കാതുകളിൽ മുഴങ്ങുന്നില്ലേ? ബ്രഹ്മ ബാബ का आवाज सुनो कैच करो. ब्रह्मा बाप यही कहते कि बच्चे 99 वर्ष का सोचते बहुत है, क्या होगा, ये होगा, वो होगा, ये होगा या नहीं होगा, ये होगा, ये सोच में ज्यादा रहते. അപ്പൊ ബാബ പറയണ, ബാബയുടെ ആ വിളി കേൾക്ക്, ആ ഒരു ശബ്ദത്തെ നിങ്ങൾ ക്യാച്ച് ചെയ്യേ. പകരം ബാബ പറഞ്ഞു തരണ, ബ്രഹ്മ ബാബ തന്നെ പറയാണ്, മക്കളുടെ ചിന്തയെ വേറെ. ഈ 1999 എന്ത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അഥവാ ഇത് സാധിക്കില്ല, അത് സാധിക്കില്ല, ഇത് നടക്കും, അത് നടക്കും, എന്താകും? ബാബ പറഞ്ഞ ഈ ചിന്തയിൽ തന്നെയാണ് ഉള്ളത്. എത്തോ നഹി ഹോഗ, കബി സോച്ചത്തെ ഹോഗ, കബി സോച്ചത്തെ നഹി ഹോഗ. ഇത് നടക്കോ നടക്കില്ല, ഇടയ്ക്ക് മൊത്തത്തിൽ ചിന്താവിഷ്ടരായിരിക്കാം, ചിലപ്പോൾ ഒട്ടും ചിന്തയില്ലാത്തവരായിരിക്കാം. ये होगा होगा का गीत गाते रहते, അത് നടക്കോ ഇത് നടക്കോ, അങ്ങനെ നടക്കോ ഇങ്ങനെ നടക്കോ, ഇതേ പാട്ട് തന്നെയാണ് മനസ്സിൽ പാടി വരുന്നത്. लेकिन अपने फरिश्तेपन के संपन्न संपूर्ण स्थिति में तीव्र गति से आगे बढ़ने का श्रेष्ठ संकल्प कम करते. വാസ്തവത്തിൽ ബാബ പറയാണ്, തീവ്ര പുരുഷാർത്ഥികളായി മാറേണ്ടതാണ്. പക്ഷെ മക്കളുടെ മനസ്സിൽ ഫരിഷ്ത സ്ഥിതിയെ നേടുന്നതിലോ അഥവാ സമ്പന്ന സമ്പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നതിലോ തീവ്ര വേഗതയോടെ മുന്നോട്ട് പോകാനുള്ള അത്തരത്തിലുള്ള ശ്രേഷ്ഠ സങ്കല്പങ്ങൾ വളരെ കുറവാണ്.
ഹോഗാ ക്യാ ഹോഗാ യേ ഗാ ഗാ കാ ഗീത് ജ്യാദാ ഗാത്തെ. പകരം കുട്ടികളുടെ മനസ്സിൽ ഇത് നടക്കൂ, അത് നടക്കൂ, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, എന്ത് സംഭവിക്കും എന്നുള്ള ഇത്തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതലും. तो बाबा कहते कुछ भी होगा लेकिन आपका लक्ष्य क्या है. അപ്പണ് ലോകത്ത് എന്തോ നടക്കട്ടെ. 1999 കടന്നപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ആകെ ആശങ്ക നിറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളതായി. അതുകൊണ്ട് ബാബ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന ലക്ഷ്യം എന്താ? ജോ ഹോഗ വോ ദേഖ്ന സുന്നി കാ ലക്ഷ്യ വ ബ്രഹ്മ ബാബ് സമാൻ ഫരിസ്ത ബന്നി കാ. എന്ത് നടക്കാൻ പോകുന്നു, സംഭവിക്കാൻ പോകുന്നു, അത് കാണാനോ അത് കേൾക്കാനുള്ള ലക്ഷ്യമാണോ ഞാൻ തന്നത്? അഥവാ ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിഷ്തയാകാനുള്ള ലക്ഷ്യമാണോ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്? ഉസ്കി തയ്യാറി കർ ലീ ഹെ. ബാബയ്ക്ക് സമാനം ഫരിഷ്തയാകാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു കഴിഞ്ഞു. പ്രകൃതി അപ്ന കുച്ച് ഭി രംഗ് രൂപ ദിഖായെ ആ ഫരിഷ്ത ബൻ ബാബ് സമാൻ അവ്യക്ത രൂപധാരി ബൻ. പ്രകൃതി के हर दृश्य को देखने के लिए तैयार हो. അപ്പൊ ബാപ്പയുടെ പ്രകൃതി തന്റെ ഏത് തന്നെ രൂപത്തെ കാണിക്കട്ടെ. അപ്പോൾ താങ്കള് ഫരിഷ്ത സമാനരായി ബാബയ്ക്ക് സമാന അവ്യക്ത രൂപധാരിയായി പ്രകൃതിയിൽ നടക്കുന്ന ഓരോ ദൃശ്യങ്ങളെയും നോക്കിക്കാണാൻ തയ്യാറായിട്ടുണ്ടോ? പ്രകൃതിക്ക് ഹൽച്ചൽക്കെ പ്രഭാവസെ മുക്ത ഫരിഷ്ത ബനേ ഹോ. പ്രകൃതിയിലെ കോളിളക്കങ്ങളുടെ പ്രഭാവത്തിൽ നിന്ന് മുക്തനായിരിക്കുന്ന ഫരിഷ്ത സ്ഥിതിയെ നേടിയിട്ടുണ്ടോ? अपनी स्थिति की तैयारी में लगे हुए हो व क्या होगा इसी सोचने में लगे हो. അതായത് തന്റെ സ്ഥിതിയെ തയ്യാറാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അന്തിമ സമയത്തിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ള ദൃശ്യം വരുമ്പോഴും ബാബപ്പണ് ടോട്ടലി ഒരു ഡിറ്റാച്ച് വീവർ. അതാണ് ബാബപ്പണ് ഫരിഷ്തയായിരുന്നു കാണാനുള്ള ആ ഒരു സ്ഥിതി നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? അഥവാ എന്ത് സംഭവിക്കും, എന്താകും, എന്ത് നടക്കും എന്നിങ്ങനെയുള്ള ചിന്തകളിലാണ് മുഴുകിയിരിക്കുന്നത്. क्या कोई भी परिस्थिति सामने आए तो आप प्रकृति जीत अपने प्रकृति जीत की सीट पर सेट होंगे व आप सेट होंगे. ഏത് പ്രകാരത്തിലുള്ള പരിസ്ഥിതി വന്നാലും പ്രകൃതിപതിയായിരിക്കുന്ന താങ്കൾ പ്രകൃതിപതിയുടെ സീറ്റിൽ സെറ്റായിരിക്കുമോ അഥവാ അപ്സെറ്റായി പോകാറുണ്ടോ? वो क्या हो गया, ये क्या हो गया, ये हो गया, ये हो गया. പാപ്പണ്ണ അഥവാ നിങ്ങളുടെ മനസ്സിൽ ഇതെന്താ പറ്റിപ്പോയത്, ഇതെന്താ സംഭവിച്ചു പോയി, ഇങ്ങനെ പ്രയാസത്തിന്റെ ചിന്തകളാണോ അല്ലെങ്കിൽ ആശ്ചര്യ ചിന്തകളാണോ നിങ്ങളിൽ വരാറുള്ളത്? ഇസി നസാറോ കെ സമാചാരോ മേ ബിസി ഹോങ്കെ. ചുറ്റുപാടും നടക്കുന്ന പ്രകൃതിയുടെ എന്താ പറയുന്നത്, പ്രകൃതിയുടെ കോളിളക്കങ്ങൾ കാണുമ്പോൾ, ഓരോ ഭാഗത്തും നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവുകയും അതിൻ്റെ തന്നെ ന്യൂസുകളൊക്കെ വായിക്കുന്നതിലും കേൾക്കുന്നതിലും തന്നെ ബിസി ആയിരിക്കുമോ? അഥവാ സമ്പൻ की स्थिति में स्थिति को किसी भी प्रकृति के हलचल को चलते हुए बादलों के समान अनुभव करेगा. അഥവാ തന്റെ സമ്പന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പ്രകൃതിയിലെ ഏതൊരു കോളിളക്കങ്ങളെയും കണ്ടുകൊണ്ടും, അതായത് മേഘങ്ങൾക്ക് തുല്യമായി അനുഭവം ചെയ്യാറുണ്ടോ? പരിസ്ഥിതികൾ വരും പോകും വരും പോകും എന്നുള്ള ആ ഒരു സാക്ഷിസ്ഥിതിയുടെ അനുഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? तो ब्रह्मा बाप बच्चों से पूछ रहे कि मेरे समान फरिश्ते सदा काल के लिए बने हो. ബ്രഹ്മ ബാബ ചോദിക്കുകയാണ്, അതായത് എനിക്ക് സമാനം ഫരിസ്ത സദാകാലത്തേക്ക് നിങ്ങൾ ആയി തീർന്നിട്ടുണ്ടോ? ക്യൂങ്കി ആ ബച്ചോं को വ്യക്ത മേ रहते അവ്യക്ത ബന്ന. കാരണം ബാബ പറയണ നിങ്ങൾ കുട്ടികൾ വ്യക്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവ്യക്തരാകേണ്ടതുണ്ട്. आप कहते बाप तो अव्यक्त हो गया, हमें भी ऐसे अव्यक्त बना देवे ना. കുട്ടികൾ പറയാറുണ്ടല്ലോ ബ്രഹ്മ ബാബ ഏതായാലും അവ്യക്തമായി, അപ്പോൾ നമ്മൾ കുട്ടികളെയും കൂടി അവ്യക്തമാക്കി മാറ്റുമെന്നല്ലേ പറയാറുള്ളത്. तो ब्रह्मा बाप कहते पहले अपने आप से पूछो कि जो विश्व कल्याण की जिम्मेवारी का ताज बाबा ने बनाया है वो संपन्न कर लिया. അതായത് ബ്രഹ്മ ബാബ കൂടി പറയാറുണ്ട്, അതായത് അപ്പനെ ആപ്സെ പൂച്ചോ, അവനവനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. വിശ്വകല്യാണത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കിരീടം ഏതാണോ ബാബ നമ്മളെ ചാർത്തിയിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ സമ്പന്നരായിട്ടുണ്ടോ? വിശ്വകല്യാൺകാരി വിശ്വക കല്യാൺ സമ്പന്ന ഹുവ. ഉത്തരവാദിത്വത്തിന്റെ കിരീടം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, വിശ്വമംഗളക്കാരിയാണ് ഞാൻ. അപ്പൊ വിശ്വമംഗളത്തിന്റെ കാര്യം നമ്മുടെ സമ്പന്നമായിട്ടുണ്ടോ? ബ്രഹ്മ ബാപ് കോ അവ്യക്ത് ഇസ്ലിയെ ബനേക്ക്
बच्चों को विश्व कल्याण का कार्य देकर बंधन से भी मुक्त हो सेवा की रफ्तार तीव्र कराने के निमित्त बनाना था. അതായത് ബ്രഹ്മബാബ അവ്യക്തമായതിന്റെ രഹസ്യം ബാബ പറയാണ്. അതായത് മക്കൾക്ക് വിശ്വമംഗളത്തിന്റെ കാര്യം ഉത്തരവാദിത്വം ആ ഒരു ചുമതല കൊടുത്തുകൊണ്ട് സ്വയം ബന്ധനമുക്തനായി സേവയുടെ വേഗതയെ തീവ്രമാക്കുന്നതിൽ ബ്രഹ്മബാബ നിമിത്തമാകേണ്ടതുണ്ടായിരുന്നു. ജിസ്കാ പ്രത്യക്ഷ സ്വരൂപ് ചാരോ ഓർ ദേഖ് രഹേ ഹോ, അതിന്റെ പ്രത്യക്ഷ തെളിവ് ഇപ്പൊ 4 ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മബാബ 69 അവ്യക്തമായി 70 തുടങ്ങി വിദേശ രാജ്യങ്ങളിലൊക്കെ സേവനം ആരംഭിച്ചു അല്ലെ. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സെന്ററുകളൊക്കെ ഓപ്പൺ ആകാൻ തുടങ്ങി. चाहे देश में चाहे विदेश में अव्यक्त ब्रह्मा द्वारा तीव्र गति हुई है और होना भी है. വിദേശത്തിലാണെങ്കിലും സ്വദേശത്തിലാണെങ്കിലും അവ്യക്ത ബ്രഹ്മബാബയിലൂടെയാണ് തീവ്ര വേഗതയിലൂടെ സേവനം നടന്നത്. സേവാമേ തീവ്ര ഗതി കാ നിമിത്താദ ബ്രഹ്മ ബാപ് കോ ബന്നാത്ത. കാരണം സേവനത്തില് തീവ്ര വേഗതയിലേക്ക് നിമിത്തമാകേണ്ടതായിട്ട് വന്നു. ആർക്ക്? ബ്രഹ്മബാബയ്ക്ക്. लेकिन राज्य अधिकारी एक ब्रह्मा बाप को नहीं बनना, साथ में बच्चों को भी राज्य अधिकार लेना. എന്നാലോ കേവലം ബ്രഹ്മബാബ മാത്രല്ല രാജ്യാധികാരി ആകേണ്ടത്, ബ്രഹ്മബാബയ്ക്കൊപ്പം തന്നെ മക്കളും കൂടി രാജ്യാധികാരം നേടേണ്ടതുണ്ട്. इसलिए साकार में निमित्त आप साकार रूपधारी बच्चों को बनाया. അതുകൊണ്ട് ബാബ സാകാര രൂപത്തിൽ നിങ്ങൾ സാകാരത്തിലുള്ള കുട്ടികളെ തന്നെ നിമിത്തമാക്കി ബാബ അവ്യക്തായി. लेकिन अंत में आप सब बच्चों को व्यक्त में अव्यक्त फरिश्ता बन विश्व कल्याण की सेवा के रफ्तार तीव्र कर समाप्ति और संपन्न होना है और करना है. ബ്രഹ്മബാബ അവ്യക്തമായി സേവയുടെ റോൾ എന്താണ്, അത് തീവ്രമാക്കി മാറ്റി, അതിന്റെ സ്പീഡ് വർദ്ധിപ്പിച്ചു. ഇവിടെ ബാബ പറഞ്ഞു തരണം, നിങ്ങൾ കുട്ടികളും കൂടി അന്തിമ സമയത്ത് വ്യക്തത്തിൽ ഇരുന്നു കൊണ്ട് അവ്യക്ത ഫരിഷ്തയായി വിശ്വമംഗള കാര്യത്തിന്റെ സേവനത്തിന്റെ തീവ്രതയെ കൂട്ടുകയും സമാപ്തിയും സമ്പന്നതയുടെ കാര്യവും നിങ്ങളിലൂടെ തന്നെ നടക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ബ്രഹ്മ ബാബ് കേത്തേക്ക് 99 में समाप्ति करेंगे. ബാപ്പണ് എന്തായാലും ഇതിന്റെ ഒരു അന്ത്യത്തിലേക്ക് എത്തണ്ടേ. അപ്പൊ ബ്രഹ്മബാബ ചോദിക്കാണ് 1999 ഇതില് സമാപ്തിയുടെ സമയമാകുമോ? പ്രകൃതിക്കോ ഏക് താലി ബച്ചായെങ്കോ പ്രകൃതി തോ തയ്യാർ കടി. പ്രകൃതിക്ക് ഒരു സൂചന കൊടുത്താൽ മതി, അതോടെ പ്രകൃതിയും കൂടി തന്റെ കാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ക്യാ ഫരിഷ്തെ സമാൻ ഡബിൾ ലൈറ്റ് ബൻ ഗയേ ഹോ. അത്രമാത്രം നമ്മൾ ആജ്ഞാപിച്ചാൽ പ്രകൃതി തന്റെ കാര്യം ആരംഭിക്കണം. അപ്രകാരത്തില് ബാബ ചോദിക്കാണ്, ഫരിഷ്ത സമാനം ഡബിൾ ലൈറ്റ് ആയിട്ടുണ്ടോ? കംസേ കം 108 സേ ജ്യാദ വിജയ് ബനെ. ബാബ പറഞ്ഞു തരണ ആ കാര്യത്തിൽ കുറഞ്ഞത് 108 കൂടുതലും സദാ വിജയികളായി മാറണം. जो किसी भी प्रकार के व्यर्थ और नेगेटिव संकल्प बोल व कर्म अर्थात सर्व के संबंध संपर्क में पास हो. അതായത് ബാപ്പണ് 108 മണിയിൽ പാസ്സാകണം. 108 ആകാം, അതിൽ കൂടുതലും സദാ വിജയികളായി മാറേണ്ടതുണ്ട്. അപ്പൊ ബാബ പറഞ്ഞു തരണ ഏത് പ്രകാരത്തിലുള്ള നെഗറ്റീവ് ആകട്ടെ, വ്യർത്ഥ സങ്കല്പങ്ങളാകട്ടെ, അതോ വ്യർത്ഥ വാക്കുകളോ കർമ്മമാകട്ടെ, അഥവാ സർവരോടൊപ്പം സംബന്ധ സമ്പർക്കത്തില് ബാബ പറഞ്ഞു തരണ വരുമ്പോഴും ഇതിൽ നിന്നൊക്കെ എന്തായിരിക്കണം? മുക്തമായി വിജയികളായിരിക്കണം. അപ്പൊ ബാപ്പൺ അത്തരത്തിലാണോ? व्यर्थ नेगेटिव यही बोझ सदा काल के लिए डबल लाइट फरिश्ता बनना नहीं देता. നമ്മളിലെ വ്യർത്ഥവും അഥവാ നെഗറ്റീവ് ആയിരിക്കുന്ന സങ്കല്പം, വാക്ക്, കർമ്മ, സംബന്ധ സമ്പർക്കം ഇവയാണ് സദാകാലത്തേക്ക് ഡബിൾ ലൈറ്റ് ഫരിസ്തയാകാൻ സമ്മതിക്കാത്തത്, വിഘ്നരൂപമാകുന്നത്. तो ब्रह्मा बाप को पूछते हैं इस बोझ से हल्के फरिश्ते बने. അപ്പൊ ബ്രഹ്മബാബ മക്കളോട് ചോദിക്കാൻ, ഈ എല്ലാ പ്രകാരത്തിന്റെ ഭാരത്തിൽ നിന്നും നമ്മൾ എന്തായിട്ടുണ്ട്? ലഘുത്വമുള്ളവരായിട്ടുണ്ടോ? ഫരിഷ്തയായി മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് സദാ ഞാൻ ഫരിഷ്തയാണ്. അപ്പൊ ബാബണ് അത്തരത്തിലായിട്ടുണ്ടോ? കുറഞ്ഞത് ബാബ പറയണ 108 പേരെങ്കിലും സദാ ഫരിസ്ത ജീവിതത്തിന്റെ അനുഭവം ചെയ്യണവരാകണം. അപ്പോഴേ പറയാൻ പറ്റൂ ബ്രഹ്മ ബാബയ്ക്ക് സമാനമെന്ന്. तो बाप पूछते ताली बजाएं. അപ്പൊ ബാബ ചോദിക്കാണ്, നിങ്ങൾ തയ്യാറാണ് എന്ന് കൈയടിക്കട്ടെ. യാ 2000 में ताली बजाई या 2001 में ताली बजाई, कब बजाई?
ഇപ്പോ തയ്യാറായിട്ടില്ല എങ്കിൽ 2000-ല് ആ സമയത്ത് നിങ്ങൾ തയ്യാറാകുമോ അല്ലെങ്കിൽ 2001-ല് തയ്യാറാകുമോ? എപ്പോഴാണ് കൈയടിക്കേണ്ടത്? ക്യാ സോച്ചത്തെ താലി ബജേഗി തോ ബൻ ജായെങ്കി ഐസെ? അല്ലെങ്കിൽ കൈയടിച്ചാൽ ഞാൻ ഉടനെ ആയിത്തീരും, അത്തരത്തിലാണോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ബാബ പറയണ താലി ബജേഗി ഉസ് സമയ ബനേങ്കി ക്യാ ഹോഗ? ബജായെ താലി, ബാബനെ കൈയടിച്ച ഉടനെ ഞാൻ ആയിത്തീരും എന്ന ചിന്തയിലാണോ? അങ്ങനെ സംഭവിക്കുമോ? ബാബ ചോദിക്കാണ്, ഞാൻ കൈയടിക്കട്ടെ? ബോലോ തയ്യാർ ഹോ, എന്തെങ്കിലും ഒന്ന് പറയാന്ന് ബാബ് ദാദാ പറയാണ്. ഞങ്ങൾ തയ്യാറാണ് എന്നെങ്കിലും പറയും. പേപ്പർ ലേവേ, ബാബ ഞാൻ പരീക്ഷ എടുത്തോട്ടെ? ഐസേ തൊടേ ഹി മാൻ ജായെങ്കെ പേപ്പർ ലേങ്കെ? ബാബനെ വെറുതെ ഒന്നും നിങ്ങളെ പാസ്സാക്കി വിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തയ്യാറായി എന്ന് എങ്ങനെയാ ബാബ വിശ്വസിക്കുക? അതുകൊണ്ട് ബാബ ഞാൻ പരീക്ഷ എടുക്കട്ടെയും ചോദിക്കാൻ. ടീച്ചേഴ്സിനോടും കൂടി ബാബ ചോദിക്കാണ്, ഞാൻ പേപ്പർ പരീക്ഷ എടുക്കട്ടെ? സബ് ചോഡ്നാ പടേഗ. ബാബ പറഞ്ഞ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. മധുബൻ വാലോങ്കോ മധുബൻ ചോഡ്നാ പടേഗ. മധുബൻ നിവാസികള് മധുബൻ ഉപേക്ഷിക്കേണ്ടതായി വരും. ജ്ഞാനസരോവർ വാലോങ്കോ ജ്ഞാനസരോവർ, സെന്റർ വാലോങ്കോ സെന്റർ. ജ്ഞാനസരോവരത്തിൽ ഇരിക്കുന്നവര് ജ്ഞാനസരോവരം വിട്ടു പോകേണ്ടതായി വരും. സെന്റർ പിടിച്ചു നിൽക്കുന്നവര് സെന്റർ വിട്ടു പോകേണ്ടതായി വരും. വിദേശ് വാലോങ്കോ വിദേശ് സബ് ചോഡ്നാ പടേഗ. ആരെവിടൊക്കെ എന്തൊക്കെയെന്ന് വിചാരിച്ച് സ്വയം പിടിച്ചു നിൽക്കുന്നുവോ, ബാബ പറയണ അവ്യക്ത ഫരിഷ്തയായ പിന്നെ ഇതെല്ലാം വിട്ടു പോകേണ്ടേ? വിദേശത്തിലുള്ളവരാണെങ്കിലും ശരി, സ്വദേശത്തിലുള്ളവരാണെങ്കിലും ശരി, എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടതായി വരും. തോ എവർ റെഡി ഹേ? അത്തരത്തിൽ ഇപ്പോൾ വിളിച്ചാൽ പോകാൻ ഞാൻ തയ്യാറാണോ? അഗർ എവർ റെഡി ഹോ തോ ഹാത്ത് കി താലി ബജാവോ. എവർ റെഡി ഹേ പേപ്പറിലെ കൽ അനൗൺസ്മെന്റ് കരേ. അപ്പൊ ബാപ്പണ്ണ നിങ്ങൾ അത്രയും എവർ റെഡി ആണെങ്കിൽ ഞാൻ കൈയടിച്ചോട്ടെ? ബാപ്പണ്ണ വീണ്ടും ചോദിക്കാൻ, എവർ റെഡി അല്ലേ, ഉറപ്പല്ലേ? ഞാൻ പരീക്ഷ പേപ്പർ എടുക്കട്ടെ? നാളെ തന്നെ അനൗൺസ് ചെയ്യട്ടെ? हाँ, जाकर भी नहीं छोड़ना, वहां जाकर തോടാ ടീ കർക്കെ ആവൂ നഹി. ബാബ പറയണ അവിടെ പോയിട്ട് നോക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ സ്ഥാനത്തിലേക്ക് എത്തിക്കഴിയട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം വിടാം. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്, അത് കഴിഞ്ഞിട്ടാവാം. ജഹാഹു വഹാഹു എവർ റെഡി. ഞാൻ എവിടെയാണോ അവിടെ വിളി വന്ന പോകാൻ റെഡി ആയിരിക്കണം. അതിനെയാണ് എവർ റെഡി. अपना दफ्तर भी नहीं, കട്ടിയ भी नहीं, കമറ भी नहीं, അലമാരി भी नहीं. ഒന്നിനെ കുറിച്ചുള്ള ഓർമ്മ വരരുത്. എന്റെ കട, എന്റെ വീട്, എന്റെ കട്ടില്, എന്റെ അലമാര, എന്റെ മുറി, ബാബ പറഞ്ഞ എല്ലാം വിട്ടു പോകേണ്ടതായി വരും. ऐसे नहीं कहना थोड़ा सा काम है ना, 2 दिन करके आए नहीं. ഇനി ഇങ്ങനെയും പറയണ്ട, ഒഴിവ് പറയണ്ട. കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ, 2 ദിവസത്തിന്റെയും കൂടി കാലാവധി നീട്ടിക്കിട്ടിയാൽ നല്ലതായിരുന്നു. ബാബ പറഞ്ഞ ഒരിക്കലും ഇല്ല. ഓർഡർ ഈസ് ഓർഡർ. ഇപ്പൊ വാന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നോളണം. ബാപ്പണ്ണ ആജ്ഞ എന്ന് വെച്ചാൽ അത് ആജ്ഞ തന്നെയായിരിക്കും. സോച്ച് കർ ഹാ കഹോ, നഹി തോ കൽ ഓർഡർ നിക്കലേഗ. ആദ്യം നിങ്ങൾ ചിന്തിക്ക്, ഇങ്ങനെയുള്ള ബന്ധനമൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? എൻ്റെ ചിലർക്ക് ഉണ്ടാവില്ല, എൻ്റെ കട്ടിൽ ഇതാണ്, എനിക്ക് ആ കട്ടിൽ കിടന്നാലേ ഉറങ്ങാൻ വരും. ഇതെന്റെ മുറിയാണ്, എൻ്റെ മുറിയിൽ എത്തിയാലേ എനിക്കൊരു സമാധാനം എന്ന് പറയുന്നവരുണ്ടാവും അല്ലേ? അപ്പൊ ബാബ പറയണ എൻ്റെ കട്ടില്, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ അലമാരയിൽ ഇന്ന സാധനങ്ങള് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും നമുക്ക് പ്രയാസം ഫീൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ പിടിച്ചു നിൽക്കുമ്പോ ബാബ പറഞ്ഞ എവർ റെഡി എന്ന് പറയുമ്പോ കുട്ടികൾ ആ എവർ റെഡി പറയും. ബാബ പറഞ്ഞ ഇപ്പൊ ഞാൻ പരീക്ഷ വെച്ചാലോ, അതെല്ലാം വിടാൻ തയ്യാറാണോ? ആലോചിച്ച് ഉത്തരം പറയാൻ പറ. അല്ലെങ്കിൽ ബാപ്പണ് നാളെ തന്നെ ഓർഡർ പറയും. കഹാ ജാന കഹാ നഹി ജാന, എവിടെ പോണ എവിടെ പോണ്ടാന്ന് ഓർഡർ പ്രഖ്യാപിക്കും. നിക്കാലെ ഓർഡർ തയ്യാർ ഹേ, ഞാൻ ഓർഡർ പുറപ്പെടുവിക്കട്ടെ എന്ന് ചോദിക്കാണ് ബാബ. നിങ്ങൾ തയ്യാറാണോ? ഇത്തന ഹിമ്മത്ത് ഹേ, ഹിമ്മത്ത് സേ ഹാ നഹി കറേ. ബാബ നോക്കിയപ്പോൾ കുട്ടികൾക്ക് അത്ര ധൈര്യമൊന്നുമില്ല, ഹാ എന്ന് പറയാൻ അത്ര ധൈര്യമൊന്നും കാണിക്കുന്നില്ല. സോച്ച് രേക്ക് തോടാ സേ ഏക് ദിൻ മിൽ ജായേ തോ അച്ഛ. കുട്ടികൾ ചിന്തയിലായിപ്പോയി, ഒരു ദിവസമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത. മേരാ ബിനാ യേ നഹി ഹോ ജായേ, യേ നഹി ഹോ ജായേ, യേ വേസ്റ്റ് സങ്കൽപ് ഭി നഹി കർണ. അയ്യോ ഞാനില്ലാതെ ഇതൊന്നും നടക്കില്ല, അത് നടക്കില്ലല്ലോ, ഇത് നടക്കില്ലല്ലോ, അങ്ങനെയുള്ള വ്യർത്ഥ സങ്കല്പങ്ങളെ വേണ്ട. ബ്രഹ്മാ ബാബ് ട്രാൻസ്ഫർ ഹുവാ തോ ക്യാ സോച്ച കി മേരെ ബിനാ ക്യാ ഹോഗ. എപ്പോഴാണോ ബ്രഹ്മാ ബാബ ട്രാൻസ്ഫർ ആയത്, പറഞ്ഞത് അവ്യക്തമായത്, അപ്പൊ ബ്രഹ്മാ ബാബ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു ഞാനില്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കും, എന്ത് സംഭവിക്കുമെന്ന്? ചലേഗ നഹി ചലേഗ. ഇതൊക്കെ ആര് നോക്കി നടത്തുന്നുള്ള വല്ല സങ്കല്പം വന്നോ? ഇല്ല.
चलो एक डायरेक्शन तो दे दूं, डायरेक्शन दिया. ചിലർ വിചാരിക്കും ഒരാജ്ഞയെങ്കിലും ഒരു നിർദ്ദേശമെങ്കിൽ തന്നിട്ടുണ്ടെങ്കിലോ, പാപ്പൻ ഞാൻ ഡയറക്ഷൻ തന്നെങ്കിലോ. अपनी संपन्न स्थिति द्वारा डायरेक्शन दिया, മുഖ സേ നഹി. നോക്കൂ, ബ്രഹ്മബാബ മുൻകൂട്ടി സൂചന നൽകിയതാണ്. തന്റെ സമ്പന്ന സ്ഥിതിയിലൂടെ ഡയറക്ഷൻ നൽകി, മുഖത്തിലൂടെ പറഞ്ഞില്ല എങ്കിലും ബ്രഹ്മബാബ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. ഐസേ തയ്യാർ ഹോ, അതുപോലെ നമ്മൾ എന്താകണം, തയ്യാറാകണം. ഓർഡർ മില ഓർ ചോടോ തോ ചൂട്ടാ. ബാബ പറയുന്ന ഓർഡർ ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ വിട്ടു പോകാൻ പറ്റണം. എന്നാലേ ബാബ പറയുന്ന വിട്ടാലാണ് മുക്തി. ഹൽച്ചൽ കറേ, അയ്യോ എനിക്കിപ്പോ പോകാൻ പറ്റില്ല, ഒരു ദിവസം കൂടി കഴിയട്ടെ, അങ്ങനെയുള്ള എന്താണ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകരുത്. ഐസാ കർന യേ ബത്താ ദേത്തെ ഹെ. ഓർഡർ ഹോഗ പൂച്ച്കർ നഹി താരീഖ് നഹി ഫിക്സ് കരേഗ. ബാബ പറഞ്ഞിട്ടൊന്നല്ല ഓർഡർ ഉണ്ടാവുക. ബാബ പറഞ്ഞ ആരോട് ചോദിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ആക്കൊന്നും ചെയ്യില്ല. അച്ചാനക് ഓർഡർ ദേങ്കി ആ ജാവോ ബസ്. ബാബ അച്ചാനക് ഓർഡർ ഇരിക്കാം, ഇപ്പൊ വന്നോളൂ എന്ന് പറയും. ഇസ്കോ കഹാ ജാത്ത ഡബിൾ ലൈറ്റ് ഫരിസ്ത. അങ്ങനെ പോകാൻ പറ്റണം, അതിനെയാണ് ഡബിൾ ലൈറ്റ് ഫരിസ്ത എന്ന് പറയാ. ഓർഡർ ഹുവ ഓർ ചല. ബാബയുടെ ഓർഡർ വന്നു, വാ പോകാമെന്ന്, അപ്പൊ തന്നെ പോകാൻ തയ്യാറാകണം. जैसे मृत्यु का ऑर्डर होता है, फिर क्या सोचते, सेंटर देखो, अलमारी देखो, ജിജ്ഞാസു देखो, ഏരിയ देखो. മരണം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ വല്ലതും ചിന്തിക്കാറുണ്ടോ? അതായത് സെന്റർ നോക്കണം, എൻ്റെ അളമാരിയോ, എൻ്റെ സാധനങ്ങൾ, എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ ഏരിയ. ബാപ്പൺ ആജ്കൽ തോ മേരെ ഏരിയ കാ ജമേല ജ്യാദാ ഹോ ഗേ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാപ്പയുടെ പ്രശ്നങ്ങൾ എന്താ? എൻ്റെ ഏരിയ ഇത്, നിന്റെ ഏരിയ ഇത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും കാണുന്നത്. വിശ്വ കല്യാൺകാരിക്ക് ക്യാ ഹദ് കി ഏരിയ ഹോത്തി ഹെ. ബാബ അപ്പൊ ഓർമ്മപ്പെടുത്താണ്, നമ്മളൊക്കെ വിശ്വമംഗളക്കാരിയാണ്. അപ്പൊ അവർക്ക് പരിധിയുള്ള മതിൽക്കെട്ടുകളൊക്കെ ഉണ്ടാകുമോ? അതിരുകൾ ഉണ്ടാകുമോ? ഇല്ല. ബാബ പറഞ്ഞ എല്ലാ പരിധിയുള്ള അതിരുകളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബാബ പറഞ്ഞ ഇതും കൂടി ഒരു തരത്തിൽ ദേഹാഭിമാനമാണ്. ദേഹബാൻ എന്നുള്ളത് കുറച്ചൊരു ഇളവുള്ളതാണ്. പറഞ്ഞ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണെന്നുള്ളത്. പക്ഷെ ദേഹത്തിന്റെ അഭിമാനം എന്നുള്ളത് വളരെ സൂക്ഷ്മമാണ്. മേരാ മേരാ ഇസ്കോ ഹി ദേഹ അഭിമാൻ കഹാ ജാത്ത. എവിടെയൊക്കെ എന്നുള്ളൊരു പിടുത്തുണ്ട്. നേരത്തെ ബാപ്പണ ചിലർ പറയും ഇത് എൻ്റെ കട്ടിലാണ്, എൻ്റെ കസാരയാണ്, എൻ്റെ മുറിയാണ്, എൻ്റെത് അതാണ്, എൻ്റെത് ഇത് തുടരുത്, എൻ്റെത് അത് തുടരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ബാബ പറഞ്ഞ അതിസൂക്ഷ്മമായിരിക്കുന്ന ദേഹാഭിമാനമാണ് ഇതൊക്കെ. ജഹാ മേരാ ഹോഗ ന വഹാ അഭിമാൻ ജറൂർ ഹോഗ. എവിടെയൊക്കെ നമുക്ക് പരിധിയുള്ള ദേഹാഭിമാനം ഉണ്ടാകുന്നു, അതായത് ഭൗതിക വസ്തുക്കളും സ്ഥാനത്തോടും അഥവാ വൈഭവത്തോടാകാം, വ്യക്തികളോട് എൻ്റെ എന്ന് വരുന്നു, അവിടെ ഉറപ്പായും ബാപ്പണ് അഭിമാനം ഉണ്ടാകും. ചാഹെ അപ്പനെ വിശേഷത പ്രതി ഹോ, മേരി വിശേഷത മേരാ ഗുൺ മേരി സേവ. ബാബ പറഞ്ഞ അത് ചിലപ്പോ തന്നിലെ കഴിവുകളുടെ മേലും ആയിരിക്കാം. ചിലർ പറയില്ലേ, എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് എൻ്റെതാണ് ഈ വിശേഷത, എൻ്റെ ഗുണമാണ്, എൻ്റെതാണ് സേവ എന്നൊക്കെ പറയില്ലേ. ये सब मेरापन, ये പ്രഭു പ്രസാദ് ഹെ, മേരാ നഹി. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ, എന്നിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ, ഇതൊന്നും എൻ്റേതല്ല. ഇത് വരപ്രസാദമാണ് ഈശ്വരൻ്റേത്, എൻ്റേതായ ഒന്നും തന്നെ ഇല്ല. പ്രസാദുക്കോ മേരാ മാന യെ ദേഹാഭിമാൻ ഹെ. ഭഗവാൻ നൽകിയിരിക്കുന്ന ഈ കഴിവിന് ഞാൻ എൻ്റേതാണെന്ന് അഹങ്കരിക്കുക, ആ ഒരു അഭിമാനത്തിലേക്ക് വരിക. ബാബ പറഞ്ഞ ഇതും കൂടി ദേഹാഭിമാനമാണ്. അഭിമാൻ ചോഡ്നാ ഹി സമ്പൻ ബന്നാ ഹെ. ബാബ സാരരൂപത്തിൽ പറയാൻ, ഇത്തരത്തിൽ ദേഹത്തിന്റെ അഭിമാനത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് സമ്പന്നമായി മാറുന്നത്. इसलिए जो वर्णन करते हो फरिश्ता अर्थात ना देहाभिमान ना देहबान ना बिन बिन मेरापन का रिश्ता. അതുകൊണ്ട് ബാബ പറയാണ്, നമ്മൾ വർണ്ണിക്കാറുണ്ടല്ലോ ഫരിഷ്ത എന്ന്. അപ്പൊ ഫരിഷ്ത എന്ന് വെച്ചാൽ എന്താണ്? ബാബ അതിനെ വളരെ ക്ലിയർ ആയി പറയാണ്. ഫരിഷ്ത എന്ന് വെച്ചാൽ ദേഹാഭിമാനം ഉണ്ടാവില്ല, ദേഹത്തിന്റെ ബോധം ഉണ്ടാവുകയില്ല, പറഞ്ഞ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള ഭാവം. അതുപോലെ തന്നെ വ്യത്യസ്ത പ്രകാരത്തിൽ എൻ്റെ എന്നുള്ള ബന്ധങ്ങളിൽ കുടുങ്ങുകയില്ല. ഫരിഷ്ത അർത്ഥാത് ഹദ് കാരിഷ്ത കഥം. ഫരിഷ്ത എന്ന് വെച്ചാൽ പരിധിയുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ബന്ധനങ്ങൾ, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു മുക്തം. तो आप क्या तैयारी करेंगे? ഇപ്പൊ ബാബ്ദാദ ചോദിക്കണം, ഇനി പറ എന്ത് തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്യും? ബ്രഹ്മ ബാബ് കാ ആവാസ് അറ്റൻഷൻ से सुनो, ആഹ്വാൻ കർ രഹേ ഹെ. ബ്രഹ്മ ബാബയുടെ ശബ്ദം വളരെ ശ്രദ്ധയോടെ കേൾക്കുക.
ബാബ മക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ കേത്തെ സമാപ്തി കാ നഗാഡ ബജാന തോ ബോധ് സഹജ്. ബാബ പറയാണ് സമാപ്തിയുടെ ആ ഒരു വാദ്യം മുഴക്കുക അത് വളരെയധികം എളുപ്പമാണ്. ജബ് ചാഹേ തബ് ബജാ സക്തെ. എപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പ വേണമെങ്കിൽ നമുക്കതിനെ മുഴക്കാം. ലേക്കിൻ കം സേ കം സത്യുഗ് ആദി കെ 9 लाख तो एवर रेडी होना है ना. ബാബ പറഞ്ഞ കുറഞ്ഞത് സത്യുഗത്തിന്റെ തുടക്കത്തിൽ 9 ലക്ഷം ആത്മാക്കളെങ്കിലും തയ്യാറാകേണ്ടേ. ചാഹെ നമ്പർ വാർ ഹോ നമ്പർ 1 तो തോടെ ഹോങ്കെ. ബാബ പറഞ്ഞ നമ്പർ വാർ ആയാലും അതിൽ നമ്പർ 1ഉം കുറച്ചുണ്ടാകുമല്ലോ. കുറഞ്ഞത് ബാപ്പണ് 108 നമ്പർ 1, അതുപോലെ തന്നെ നമ്പർ 2ലേക്ക് വരുന്നതാണ് 16,000. പിന്നീട് നമ്പർ 3ൽ വരുന്നതാണ് 9 ലക്ഷം ആത്മാക്കൾ. ലേക്ക് ഇത്തനെ തോ തയ്യാർ ഹോ ജായ്. തുടക്കത്തിൽ വരുന്ന 9 ലക്ഷം ആത്മാക്കൾ ഉണ്ടാകണം, തയ്യാറാകണം. രാജധാനി തോ തയ്യാർ ഹോനി ചാഹിയേ ना. ബാപ്പണ് രാജധാനി തയ്യാറാകേണ്ടേ. अभी रिजल्ट में बाप दादा ने देखा कि वर्तमान समय माया का स्वरूप नेगेटिव व्यर्थ संकल्प का मेजोरिटी में है. പക്ഷെ ബാബ റിസൾട്ട് നോക്കിയപ്പോൾ കണ്ടത് വർത്തമാന സമയത്തിലെ മായയുടെ സ്വരൂപം നെഗറ്റീവ്, അതോ വ്യർത്ഥ സങ്കല്പം അധികം മക്കളിലുണ്ട്. വിശ്വമംഗളക്കാരിയുടെ സ്ഥിതിയിലാണ് നാം. ബാബ നമുക്ക് കിരീടം ഏതാണ് ഏൽപ്പിച്ചത്? വിശ്വമംഗളക്കാരിയാണ്. ആ ഒരു കിരീടം ധരിച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ ബാബ പറയണ വിശ്വമംഗളക്കാരിയുടെ സ്റ്റേജ് അഥവാ സ്ഥിതി എന്ന് പറയുന്നത് എന്താ? സദാ ബേഹദ് കി വൃത്തി ഹോ ദൃഷ്ടി ഹോ ബേഹദ് കി സ്ഥിതി ഹോ. നമ്മുടെ ദൃഷ്ടി, വൃത്തി, സ്ഥിതി ഇത് പരിധിയില്ലാത്തതായിരിക്കണം. വൃത്തി മേ ജറാ ഭി കിസി ആത്മാ കെ പ്രതി നെഗറ്റീവ് വ്യർത്ഥ ഭാവന നഹി ഹോ. നമ്മുടെ ചിന്താഗതിയിൽ പോലും മറ്റൊരു ആത്മാവിന്റെ പ്രതി നെഗറ്റീവ് അതോ വ്യർത്ഥ ഭാവന പോലും ഉണ്ടാകരുത്. നെഗറ്റീവ് ബാത് കോ പരിവർത്തൻ കറാന വോ അലഗ് ചീസ് ഹെ. നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തുക അത് വേറെ കാര്യമാണ്. എന്നാലോ സ്വയം നെഗറ്റീവ് വൃത്തി വാല ഹോഗ വോ ദൂസരെ കെ നെഗറ്റീവ് കോ ഭി പോസിറ്റീവ് में ചേഞ്ച് नहीं कर सकता. എന്നിൽ തന്നെ നെഗറ്റീവ് ചിന്താഗതി ഉണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവിനെ പരിവർത്തനപ്പെടുത്തുവാൻ ഒരിക്കലും സാധിക്കില്ല. इसलिए हर एक को अपनी सूक्ष्म चेकिंग करनी है कि वृत्ति दृष्टि सर्व के प्रति सदा बेहद का कल्याणकारी है. അതുകൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തി നോക്കണം. എന്നിലെ ചിന്താഗതിയും എൻ്റെ ദൃഷ്ടിയും സർവ ആത്മാക്കളുടെ പ്രതി സദാ പരിധിയില്ലാത്ത മംഗളക്കാരിയാണോ? जरा भी कल्याण की भावना के सिवाय हद की भावना, हद के संकल्प बोल सूक्ष्म में भी समाई हुए तो नहीं. വിശ്വമംഗളക്കാരിയാണ് എന്ന് പറഞ്ഞ് ആ ഭാവനയ്ക്ക് പകരം പരിധിയുള്ള ഭാവന, പരിധിയുള്ള സങ്കല്പം, വാക്ക് സൂക്ഷ്മതയിൽ പോലും തൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നില്ലല്ലോ. ജോ സൂക്ഷ്മ സമായ ഹുവാ ഹോത്ത. അതോ ബാപ്പണ സൂക്ഷ്മ രൂപത്തിൽ തൻ്റെ ഉള്ളിൽ പരിധിയുള്ള സങ്കല്പങ്ങളും ചിന്താഗതികളും അവശേഷിച്ചു എങ്കിൽ നിശാനി ഹേ കി സമയ ആനെ പർ വാ സമസ്യ ആനെ പർ സൂക്ഷ്മ സ്ഥൂൽ മേ ആത്താ ഹെ. അതിൻ്റെ ലക്ഷണമാണ് സമയം വരുമ്പോൾ, പ്രയാസങ്ങളും പരിതസ്ഥിതികളും വരുമ്പോൾ സൂക്ഷ്മമായി തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് സ്ഥൂല രൂപത്തെ പ്രാപിക്കും. സദാ ടീക് രഹേഗ ലേക്കിൻ സമയ പർ വോ ഇമർജ് ഹോ ജായേഗ. സദാ ചിലപ്പോ ഒന്നും അത് പുറമെ കാണില്ലായിരിക്കാം, പക്ഷെ ബാബ പറയണ് സമയത്തിൽ അത് നമ്മെ ചതിക്കും, അത് ഇമർജ് ആകും, സ്ഥൂല രൂപത്തിലേക്ക് വരും. പിന്നെ സോച്ചത്തെ ഹി ഐസ. പിന്നീട് ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ, അല്ലെ? വ്യർത്ഥത പാടില്ല എന്ന് പറയുമ്പോൾ സൂക്ഷ്മതയിലെങ്കിലും അതുണ്ട് എങ്കിൽ സമയം വരുമ്പോഴെന്താകും അതൊക്കെ പുറത്തേക്കും. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഈ വ്യക്തി ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനത്തെ വ്യക്തിയാണ്, ഇവരൊരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല, ഈ വ്യക്തി എപ്പോഴും ഇങ്ങനെ തന്നെയാന്നുള്ളത്. അപ്പൊ ബാപ്പൺ ആരെങ്ങനെയുള്ള വ്യക്തി ആകട്ടെ, പക്ഷെ എന്റെ സ്ഥിതി ശുഭഭാവന, പരിധിയില്ലാത്ത ഭാവന ഉള്ളതായിരുന്നുവോ അഥവാ അല്ലയോ? അപ്പനീ ഗൽത്തി കൊച്ചക്ക് കർ സംജ. അവരെങ്ങനെയുള്ളവരാകട്ടെ, പക്ഷെ ബാബ എനിക്കാണല്ലോ നൽകിയത് ധാരണ ചെയ്യുന്നു. സർവരുടെ പ്രതി നമ്മളുടെ ഉള്ളിൽ എന്താ ചിന്താഗതിയിലും നമ്മുടെ സങ്കല്പത്തിലും വാക്കിലൊക്കെ എന്തായിരിക്കണം? നമ്മൾ എപ്പോഴും സർവരുടെ പ്രതി ശുഭഭാവന. കാരണം ഞാൻ ആരാണെന്ന് ബാബ ഓർമ്മപ്പെടുത്തി, വിശ്വമംഗളക്കാര്. അപ്പൊ പരിധിയില്ലാത്ത ഭാവന എപ്പോഴും ഉണ്ടാകും. അവരെന്റെ പ്രതി എന്ത് ചെയ്ത് അതേ പ്രതി ഞാൻ തിരിച്ചും ചെയ്യണമെന്നല്ല. അപ്പൊ ഞാൻ ഒരിക്കലും വിശ്വമംഗളക്കാരി ആവില്ലല്ലോ.
ബാത്തോം കോ നഹി ദേക്കോ അപ്നെ കോ ദേക്ക്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതാരെ കൊണ്ട് എന്തുകൊണ്ടെന്ന് ചെയ്യുന്നതിന് പകരം ബാബ പറഞ്ഞ അവനവന്റെ സ്ഥിതിയെ നോക്ക്. बस 99 में ये अपने अंदर धुन लगाओ जो ब्रह्मा बाप का कदम वो ब्रह्मा बाप समान मेरा हर कदम हूँ. അതുകൊണ്ട് ബാപ്പണ്ണി ഈ 1999, അതായത് ഇപ്പോൾ 2024 ബാബ പറഞ്ഞ ഈ വർഷത്തിനുള്ളില് നമ്മളുടെ ഉള്ളിൽ ഈ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കണം. എന്താണോ ബ്രഹ്മാ ബാബയുടെ ചുവടുകൾ അത് തന്നെ ആയിരിക്കും എന്റെയും ചുവടുകൾ. ബ്രഹ്മാ ബാബ് സേ സബി കോ പ്യാർ ഹേ ന. എല്ലാവർക്കും ബ്രഹ്മാ ബാബയോട് വളരെയധികം സ്നേഹമാണല്ലോ. അതുകൊണ്ട് ബാബ പറഞ്ഞ പ്യാർ കോ ഹി ഫോളോ കിയാ ജാത്ത. ആരോടാണ് ഇഷ്ടം അവരെയാണല്ലോ അനുകരിക്കാറുള്ളത്. അതുകൊണ്ട് ബാബ പറഞ്ഞ ബാബയ്ക്ക് സമാനമായി തീരൂ. ശരിയല്ലേ? 99 में सब तैयार हो जाएंगे. ബാപ്പണ്ണ ഈ 1999 ഇപ്പൊ നടക്കാണല്ലോ. പറഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ തയ്യാറാകുമോ? ഏക് വർഷ യേ ഹോ ഗയാ യേ ഹോ ഗയാ ഇങ്ങനെ ഹി സോച്ചന. ഇതിങ്ങനെ പറ്റിപ്പോയി സംഭവിച്ചു ഇങ്ങനെ ചിന്തിക്കേണ്ടതില്ല. എത്തോ ഹോനാഹി, എന്ത് നടക്കുന്നത് നടക്കേണ്ടത് തന്നെ. पहले से भी पता ही ये होना है लेकिन ये बाप समान फरिश्ता बनना ही है. എന്തെല്ലാം ചുറ്റുപാട് നടക്കുന്നത് നടക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ബാബയ്ക്ക് സമാനം നമ്മൾ ഫരിസ്തയാകേണ്ടതുണ്ട്. സംജാ കർനാ ഹേന കർ സക്കേങ്കെ. പപ്പണ് മനസ്സിലായില്ലേ നമ്മുടെ ലക്ഷ്യം എന്താ? ബാബയ്ക്ക് സമാനാവുക. അപ്പൊ ബാബ പറഞ്ഞ ചെയ്യാൻ പറ്റുമോ? ഏക് വർഷമേ തയ്യാർ ഹോ ജായെങ്കെ കി ആധേ വർഷമേ തയ്യാർ ഹോ ജായെങ്കെ. പാപ്പണ് ഒരു വർഷം പൂർത്തിയായി എടുക്കുമോ തയ്യാറാകാൻ? അതോ പകുതി വർഷം ആകുമ്പോഴേക്ക് നിങ്ങൾ തയ്യാറാകുമോ? आपके संपन्न बनने के लिए ब्रह्मा बाप भी आह्वान कर रहा है और प्रकृति भी इंतजार कर रही है. താങ്കൾ എല്ലാവരുടെ സമ്പന്ന സ്ഥിതിയെ കാണുവാൻ ബ്രഹ്മാബാബിയും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും കൂടി നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. 6 മാസ് में रेडी बनो. चलो 6 മാസ് नहीं तो 1 വർഷ तो बनो. പാപ്പണ് 6 മാസം കൊണ്ട് റെഡിയാവും. പോട്ടെ 6 മാസം പറ്റില്ലെങ്കിൽ 1 വർഷം എടുത്തോളൂ. ഹൽച്ചൽ മെ നഹി ആന അച്ചൽ. എന്ത് തന്നെ സംഭവിച്ചാലും കോളിളക്കങ്ങളിൽ പെട്ടു പോകരുത്. പാപ്പണ് അചഞ്ചലമായിരിക്കണം. ഒരിക്കലും ലക്ഷ്യത്തെ ഉപേക്ഷിക്കരുത്. ബാബയ്ക്ക് സമാനമാവുക തന്നെ വേണം. അതിപ്പോ എന്ത് തന്നെ സംഭവിച്ചാലും. ബാബ പറഞ്ഞു തരണേ, ചില ബ്രാഹ്മണർ നമ്മളെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കും. ചില ബ്രാഹ്മണർ നമുക്ക് തടസ്സങ്ങളായി വരാം. ഏത് രൂപത്തിൽ വന്നാൽ പോലും ബാബ പറയാണ് ബാബയ്ക്ക് സമാനം നമ്മൾ ആകണം. പസന്ത് ഹേ ഇറായ്. ബാബ പറയണ ബാബയുടെ ഈ ആദേശവും നിർദ്ദേശവും നിങ്ങൾക്ക് പ്രിയമുള്ളതാണോ? ഇഷ്ടപ്പെട്ടോ? ബാബ് ദാദാനെ സബി സെ ഹാത്ത് തുട്ടുവായ और सबका വീഡിയോ ഫോട്ടോ നിക്കാൽവായ. അപ്പൊ ബാബ്ദാദ എല്ലാവരെ കൊണ്ട് കൈ ഉയർത്തുക മാത്രല്ല ഫോട്ടോസും വീഡിയോസും എടുപ്പിച്ചു. ഏ ഫോട്ടോ കബി സബിക്കോ ഭേജേങ്കെ. ബാപ്പൺ ആ ഫോട്ടോ ഞാൻ എല്ലാവരിലേക്ക് അയക്കും. യഹാ കി മൂവി മേ കൊയ് മിസ് ബി ഹോ സക്താ ഹെ. ബാപ്പൺ ഇവിടുത്തെ മൂവിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് വരാം. വതൻ കി മൂവി മേ തോ കൊയ് മിസ് നഹി ഹോ സക്താ. വതനത്തിൽ ഏതാണ് ബാബയുടെ റെക്കോർഡിങ്ങില് ബാപ്പൺ ആ മൂവിയിൽ ഒരിക്കലും ഒന്നും മിസ്സാവുകയില്ല. അച്ഛാ बाबा कहते 1 सेकेंड में सभी अभी अभी विदेही बन सकते हो. ബാബ്ദാദ ഡ്രിൽ ചെയ്യിപ്പിച്ചു. ബാബ്ദാദ പറയണ 1 സെക്കൻഡിൽ താങ്കൾ എല്ലാവർക്കും വിദേഹിയാകാൻ സാധിക്കുമോ? തബി 1 സെക്കൻഡ് വിദേഹി സ്ഥിതി में स्थित हो जा. ബാപ്പൺ 1 സെക്കൻഡ് വിദേഹി സ്ഥിതിയിൽ നിങ്ങൾ സ്ഥിതരാകും. ഡ്രിൽ അച്ഛാ അഭി ദേഹ് മേ ആ ജാओ. ബാപ്പണ് ശരി, അപ്പൊ ദേഹത്തിലേക്ക് വരൂ. അഭി ഫിർ വിദേഹി ബൻ ജാओ. ബാബ വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. വിദേഹിയായി മാറും. അപ്പൊ ബാപ്പണ് ദേഹത്തിലാണെങ്കിലും ബാപ്പണ് 1 സെക്കൻഡ് കൊണ്ട് ദേഹത്തിൽ നിന്ന് ഡിറ്റാച്ച് വിദേഹിയ. ऐसे सारे दिन में बीच बीच में 1 सेकेंड भी मिले तो बार बार अभ्यास करते रहो. പലപ്പോഴും നമ്മൾ ഒഴിവ് പറയാറുള്ളത് സമയം കിട്ടാറില്ല എന്ന്. അപ്പൊ ബാബ പറയണ ഇടയ്ക്കൊക്കെ മുഴുവൻ ദിവസത്തിലും 1 സെക്കൻഡ് നമുക്ക് സമയം കിട്ടിയാൽ ആ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ദേഹത്തു നിന്ന് ഡിറ്റാച്ച് ആക്കാനുള്ള പ്രാക്ടീസ്
ചെയ്യണം, വിദേഹിയാകാനുള്ള അഭ്യാസം ചെയ്യണം. അച്ഛ, सर्वश्रेष्ठ ब्राह्मण आत्माओं को सदा ब्रह्मा बाप के कदम पर कदम रखने वाले ഫോളോ ഫാദർ ആജ്ഞാകാരി ബച്ചോं को. ബാബ ഇന്ന് എങ്ങനെയുള്ള കുട്ടികൾക്ക് നമസ്തേ പറയണമെന്ന് കാതോർക്കാം. സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാക്കൾക്ക് സദാ ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഓരോ ചുവടിന്മേൽ ചുവട് വെക്കുന്ന ബാബയെ അനുകരിക്കുന്ന ആജ്ഞാകാരികളായ മക്കൾക്ക് सदा ब्रह्मा बाप समान फरिश्ता स्थिति में स्थित रहने वाले, सदा ब्रह्मा बाबा के സമാനം ഫരിഷ്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സമീപരായിരിക്കുന്ന ആത്മാക്കൾക്ക്, ഒന്ന് ആജ്ഞാകാരി മക്കൾ എന്ന് പറഞ്ഞു, രണ്ടാമത് സമീപരായിരിക്കുന്ന ആത്മാക്കൾ സദാ പ്രകൃതി പതി ബൻ, പ്രകൃതി के हर दृश्य को साक्षियों देखने वाले, സദാ പ്രകൃതിപതികളായി പ്രകൃതിയുടെ ഓരോ ദൃശ്യങ്ങളെയും സാക്ഷിയായി വീക്ഷിക്കുന്ന അചഞ്ചലരും ഉറച്ചവരുമായ ആത്മാക്കൾക്ക് സദാ പരിധിയില്ലാത്ത വൃത്തിയും ദൃഷ്ടിയിൽ ഇരുന്നു കൊണ്ട് ഭാഗ്യവാൻ ബച്ചോങ്കോ, അത്തരത്തിലുള്ള ഭാഗ്യവാൻരായ മക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തയും. बाहर जो भी सुन रहे, चाहे देश में चाहे विदेश में, उन बच्चों को भी विशेष याद प्यार. അപ്പോൾ പുറമെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാനത്തിലിരുന്ന് ദേശത്തിലാണെങ്കിലും വിദേശികളാണെങ്കിലും മക്കൾ ബാബ്ദാദയുടെ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അവർക്കെല്ലാവരുടെ പ്രതി ബാബ വിശേഷമായും സ്നേഹോർമ്മകൾ നൽകി. ഹം റുഹാനി ബച്ചോं की रूहानी बाप को याद प्यार, गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. वरदान. अविनाशी प्राप्तियों की स्मृति से अपने श्रेष्ठ भाग्य की खुशी में रहने वाले इच्छा മാത്രം അവിദ്യാഭ. അവിനാശി പ്രാപ്തിയുടെ സ്മൃതിയിലൂടെ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന, തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന ഇച്ഛാ മാത്രം അവിദ്യരായി ഭവിക്കൂ. അവിനാശി പ്രാപ്തികളുടെ സ്മൃതിയിലൂടെ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന ഇച്ഛാ മാത്രം അവിദ്യരായി ഭവിക്കൂ. ബാബ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ജിസ്കാ ബാപ് ഹി ഭാഗ്യ വിദാത്ത ഹോ ഉസ്കാ ഭാഗ്യ ക്യാ ഹോഗ. ആരുടേതാണോ അച്ഛൻ തന്നെ സ്വയം ഭാഗ്യവിദാതാവായിരിക്കെ അവരുടെ ഭാഗ്യം എന്തായിരിക്കും? സദാ ഈ ഒരു സന്തോഷത്തിൽ കഴിയുക, അതായത് ഭാഗ്യം നമ്മുടെ ജന്മ അവകാശമാണ്. സദാ ഈ ഒരു സന്തോഷത്തിൽ കഴിയണം, ഭാഗ്യം നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. വാ മേരാ ശ്രേഷ്ഠ ഭാഗ്യ ഓർ ഭാഗ്യവിദാത്ത ബാബ്. ആഹാ, എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണ് എൻ്റേത്, അതുപോലെ എൻ്റെ ഭാഗ്യവിദാതാവായ ബാബയും. യഹി ഗീത് ഗാത്തെ ഖുഷിമ ഉടുത്തേ റഹോ. ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് സന്തോഷത്തിൽ പറന്നുകൊണ്ടിരിക്കും. ഐസ അവിനാശി ഖജാന മില ജോ അനേക ജന്മ സാത്ത് രഹേഗാ കോയ് ചീൻ നഹീ സക്താ. അത്തരത്തിലുള്ള അവിനാശി സമ്പത്താണ് ലഭിച്ചിരിക്കുന്നത്. അത് സദാ അനേക ജന്മങ്ങൾ നമുക്കൊപ്പം ഉണ്ടാകും. ആർക്കും തന്നെ അത് കൊള്ളയടിക്കാനും കഴിയുകയില്ല, തട്ടിപ്പറിക്കാനും സാധ്യമല്ല. कितना बड़ा भाग्य जिसमें कोई इच्छा नहीं, मन की खुशी मिल गई तो सर्व प्राप्तियां हो गई. എത്ര വലിയ ഭാഗ്യമാണ്, യാതൊന്നിനെ കുറിച്ചുള്ള ഇച്ഛയുമില്ല, മനസ്സ് സന്തുഷ്ടമായിരിക്കാണ്, സർവ പ്രാപ്തികളുടെ നേട്ടത്തിൽ. कोई अप्राप्त वस्तु है ही नहीं, इसलिए इच्छा मात्र विद्या बन गई. ഇനി നേടാനായിട്ടും പ്രാപ്തമാക്കാനായിട്ടൊന്നും തന്നെയില്ല, ജീവിതത്തിൽ ഒരു അപ്രാപ്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇച്ഛാ മാത്രം അവിദ്യരായി മാറിയിരിക്കും. ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥ. स्लोगन. विकर्म करने का टाइम बीत गया, अभी व्यर्थ संकल्प बोल भी बहुत धोखा देता. വികർമ്മങ്ങൾ ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ വാക്കുകളാണ് കൂടുതൽ ചതിക്കുന്നത്. അതായത് ബ്രാഹ്മണ കുട്ടികൾ ഇപ്പോൾ വികർമ്മൊന്നും ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ നമ്മളെ ചതിക്കുന്നത് ഏതാണ്? വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ
വാക്കുകളുമാണ്. ഇന്ന് ഇന്റർനാഷണൽ യോഗ ദിനമാണ്. 3rd സൺഡേ ആണ്. അതുകൊണ്ട് മധുബൻത്തുന്ന ഡയറക്ഷൻ ആണ് 6 മുതൽ 7:30 വരെ. സ്വയം നിരാകാരി സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് പരന്ധാമമാകുന്ന വീട്ടിലെ അസീമമായ ശാന്തിയുടെയും പ്രേമത്തിൻ്റെയും പവിത്രതയുടെയും അനുഭവം ചെയ്തുകൊണ്ട് മനസ്സും ബുദ്ധിയെ ഏകാഗ്രമാക്കി ബീജരൂപസ്ഥിതിയുടെ അനുഭവം ചെയ്യുക. നമ്മൾ എവിടെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നിരാകാര സ്വരൂപത്തില് പരന്ധാമമാകുന്ന വീട്ടില് അസീമമായിരിക്കുന്ന ശാന്തിയുടെയും പ്രേമത്തിൻ്റെയും പവിത്രതയുടെയും അനുഭവം ചെയ്ത് മനസ്സു ബുദ്ധി ഏകാഗ്രമാക്കി ബീജരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യും. ബീജത്തിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ആ സ്വരൂപത്തിലിരിക്കും ഓട്ടോമാറ്റിക് എന്താ? മുഴുവൻ വിശ്വത്തിനും വൈബ്രേഷൻ. അതുകൊണ്ട് ഇന്നത്തെ മഹാവാക്യം വളരെ ഡെപ്താണ്. ബാബയുടെ ഓരോ പോയിന്റും ഹൈ ഡോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ബാബ പറഞ്ഞു, നമ്മളുടെ സൂക്ഷ്മമായിരിക്കുന്ന അഭിമാനം എന്താണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് മുക്തമായി ബ്രഹ്മാബാബയ്ക്ക് സമാനം നമ്മൾ ആയിത്തീരും. ബ്രഹ്മാബാബയുടെ ചുവടിന്മേൽ ചുവട് വെച്ച് നടക്കാൻ എളുപ്പമാണ്. പക്ഷെ ബാബ പറയണത് നമ്മളിൽ കൂടുതൽ ഇപ്പോഴെന്താണ്? നെഗറ്റീവ് ഭാവന, നെഗറ്റീവ് സങ്കല്പങ്ങൾ, നെഗറ്റീവ് വാക്ക്, നെഗറ്റീവ് കർമ്മം, നെഗറ്റീവ് ആയിരിക്കുന്ന സമ്പന്ന സമ്പർക്കങ്ങൾ. ബാബപ്പണി ഇതിൽ നിന്നൊക്കെ മുക്തമായി, എൻ്റെ എന്നതിൽ നിന്ന് മുക്തമായി ബാബയ്ക്ക് സമാനം പരിശുദ്ധയായി മാറും. അച്ഛാ, ഓം ശാന്തി.